പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വെൽക്കം ചെയ്യുവാണ്. ഇന്ന് ഞാൻ പ്രീച്ച് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഏഴാം സ്വർഗവും ആത്മാക്കളുടെ ഉറവിടം എവിടെ നിന്നാണ്. അതിനു മുൻപ് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾക്കൊരു സൂം മീറ്റിംഗ് ഉണ്ട്, ബൈബിൾ സ്റ്റഡി ക്ലാസ്സാണ്. ഈ ബൈബിൾ സ്റ്റഡി ക്ലാസ് ഇപ്പോൾ ഞാൻ വെളിപാടിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ക്ലാസ് എടുക്കുന്നതും അതിൻ്റെ എക്സ്പ്ലനേഷനും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സൂം ഐ ഡിയൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും രാത്രി 8 മണിക്കാണ്. 8 മുതൽ 8:35 വരെ ആയിരിക്കും. അരമണിക്കൂർ, 35 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ജോയിൻ ചെയ്യുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ കർത്താവ് അത് നിങ്ങൾക്കത് ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ആണെങ്കിൽ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേര് തന്നെ മെസ്സയ്യ കമ്പഷൻ മിനിസ്ട്രി എന്നാണല്ലോ. അപ്പം അത് പോയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അമല ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റും ഉണ്ട്. ഗവൺമെൻറ് രജിസ്റ്റേർഡ് ട്രസ്റ്റാണ്. അപ്പോൾ ആ ട്രസ്റ്റിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറയാം. ആ ട്രസ്റ്റിൽ ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതായത് സ്കൂൾ ചിൽഡ്രൻസിനും കോളേജ് ചിൽഡ്രൻസിനും, പാവപ്പെട്ട സ്കൂൾ ചിൽഡ്രൻസ്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് കെട്ടാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഫീസ് കൊടുക്കുകയും അവർക്ക് സ്റ്റഡിയിൽ ഞങ്ങൾ സഹായിക്കുകയും അവരുടെ കാര്യങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ച് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ കുട്ടികൾ വഴി രക്ഷപ്പെടും. ഇതിന് വേറൊരു കാര്യം ഉള്ളത്, ഞാൻ പഠിക്കുന്ന കാലത്തിലും ഞങ്ങൾ വളരെ ദരിദ്രരായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തിലും എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, 10ാം ക്ലാസ്സൊക്കെ പഠിച്ചപ്പം എക്സാമിന് ഫീസ് കെട്ടണമല്ലോ. 10ാം ക്ലാസ് എക്സാമിന് ഫീസ് കെട്ടണം. അന്ന് 7 രൂപ 50 പൈസ എന്തായിരുന്നു. ആ സമയത്ത് ആ പൈസ കെട്ടാൻ കൂടി എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദറിന് അത് കഴിവില്ലാത്ത കൂലിവേലക്കാരനായിരുന്നു. കഴിവില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് എൻ്റെ 10ാം ക്ലാസ്സിലെ ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഫീസ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ 10ാം ക്ലാസ് എക്സാം എഴുതിയത്. അത് പോയിട്ടാണെങ്കിൽ ഞാൻ പിന്നെ കോളേജിൽ വിദ്യാഭ്യാസമായപ്പോഴും പലരും എന്നെ സഹായിച്ചു. എൻ്റെ കോളേജ് വിദ്യാഭ്യാസം അങ്ങനെയാണ് സഹായത്തിൽ കൂടിയാണ് നടന്നത്. സിസ്റ്റേഴ്സ്, ഒരു കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് വരെ എന്നെ സ്റ്റഡിക്ക് വേണ്ടി ഒത്തിരി സഹായിച്ചവരുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ സഹായിച്ചവരുണ്ട്. ജോലി ചെയ്യുന്നവരെന്നെ സഹായിച്ചവരുണ്ട്. എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം സഹായത്തിൽ കൂടെയാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെ അതുവഴി കൊണ്ടുപോയിട്ടാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചത്. അതായത് നമ്മൾക്ക് പാവപ്പെട്ട കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ തന്നെ ദൈവം എനിക്കിപ്പോൾ ഈ കൃപ കിട്ടിയത്, ഞാൻ അന്ന് എന്നെ മറ്റുള്ളവർ സഹായിച്ച് ഞാൻ പഠിച്ചത് കൊണ്ടിട്ടാണ്. അത് ഓർത്തിട്ട് എനിക്ക് മനസ്സിലായി, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുമ്പോൾ, എഡ്യൂക്കേഷന് സഹായം ചെയ്യുമ്പോൾ ആ കുട്ടി മാത്രമല്ല, ആ കുടുംബം തന്നെ രക്ഷപ്പെടുവാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഹോസ്പിറ്റൽ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ രോഗികളായിരിക്കുന്നവർ, ഹോസ്പിറ്റലിൽ പോവാൻ പറ്റാതെ, പൈസ ഇല്ലാതെ പോവാൻ പറ്റാതെ രോഗികളായിരിക്കുന്നവർ, കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സഹായം ചെയ്യുന്നു. അവരുടെ ബില്ല് കെട്ടുക, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യമാണെങ്കിൽ, ഞങ്ങൾ റോഡ് വക്കിൽ കിടക്കുന്നവർക്ക് ആഹാരം, ഭക്ഷണവും വെള്ളവും വസ്ത്രങ്ങളും ഇങ്ങനെ കൊണ്ടു ചെന്ന് ഞങ്ങളിങ്ങനെ കൊടുക്കുന്നു. ബെഡ്ഷീറ്റ് ആണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്ത നാലാമത്തെ ഒരു കാര്യമാണെങ്കിൽ, വിധവകൾ, പാവപ്പെട്ട് ആളുകൾക്ക് വേണ്ടി അവർക്ക് മാസത്തിലുള്ള അരി സഹായങ്ങൾ,
അങ്ങനെയൊക്കെ അത് എന്ത് വേണമെന്നോ അത് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് ഈ കമ്പാഷൻ മിനിസ്ട്രി തന്നെ തുടങ്ങിയത് ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ഭാരമാണ്. കാരണം എന്നെ അതിൽ കൂടെ നടത്തി വിശപ്പ് എന്തെന്ന് ഞാൻ വളരെ അറിഞ്ഞിട്ടുണ്ട്, ദാഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, വസ്ത്രമില്ലാത്തത് എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന്റെ പ്രോബ്ലവും പ്രതിസന്ധികൾ എന്തെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്പാഷൻ മിനിസ്ട്രി എന്ന് പറയും, ഇത് രജിസ്റ്റേർഡ് അമല ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇതിന്റെ പേര്. ഇത് രജിസ്റ്റേർഡ് ട്രസ്റ്റാണ്. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാന്നുള്ളവർക്ക്, സന്മനസ്സുള്ളവർക്ക് ഞങ്ങളെ സഹായിക്കാം. ഡിസ്ക്രിപ്ഷനിലെ അമല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ QR കോഡ് ഇടുന്നതാണ്. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ സന്മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുക. അത് അനേകം കുടുംബങ്ങൾക്കും മക്കൾക്കും അനുഗ്രഹമായി മാറും. അത് പറയാൻ മറ്റൊരു മെയിൻ സബ്ജക്റ്റ്, അന്ന് എന്നെ വിദ്യാഭ്യാസത്തിൽ കൂടെ അനുഗ്രഹിച്ചവരും എനിക്ക് ഭക്ഷണം തന്നവർക്ക് വേണ്ടി ഇന്നും ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഇന്ന് ഞാൻ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം അത് എത്രമാത്രം ബ്ലെസ്സിങ് ആണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ സന്തതികളെയും കർത്താവ് അനുഗ്രഹിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പം നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 7-ാം സ്വർഗവും മനുഷ്യാത്മാക്കൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്, അതിൻ്റെ ഉത്ഭവസ്ഥാനവും എവിടെ നിന്നാണെന്ന് സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ സെപ്റ്റംബർ മാസം ഉപവാസത്തിലായിരുന്നപ്പോൾ കർത്താവ് എനിക്ക് കാണിച്ച പല കാര്യങ്ങളിൽ ഒരു സബ്ജക്റ്റാണ് ഈ സ്വർഗവും ആത്മാക്കളുടെ ഉത്ഭവം എവിടെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്ന് പറഞ്ഞ് ഈ സബ്ജക്റ്റിന് വേണ്ടി എടുക്കുകയാണ്. ഇതിൻ്റെ വലിയ നോളജൊന്നും എനിക്കില്ല, എങ്കിലും കർത്താവ് എന്നെ കാണിച്ചതുപോലെ ഞാൻ നിങ്ങളടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അപ്പം മനുഷ്യൻ്റെ ആത്മാക്കൾ എവിടെ നിന്നാണെന്ന് എല്ലാവരും, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ഓരോ മനുഷ്യ വ്യക്തി എവിടെ നിന്നാണ് വന്നതെന്ന് ആദ്യം നമ്മൾ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കുറിച്ചും ദൈവം ആരാണെന്നും എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾക്ക് അറിയുവാൻ വേണ്ടി കഴിയും. അപ്പം മനുഷ്യ ആത്മാക്കളുടെ വാസസ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിലെ 7-ാമത്തെ സിംഹാസനത്തിന് താഴെയാണ്. സ്വർഗത്തിലെ 7-ാമത്തെ സിംഹാസനത്തിന്റെ താഴെയാണ് മനുഷ്യ ആത്മാക്കൾ ഇരിക്കുന്നത്. അത് മനുഷ്യ ആത്മാക്കളുടെ ഒരു അറയായ മിസ്റ്റിക്കൽ ബോഡി എന്ന് പറഞ്ഞ ഒരു ബോഡിയിൽ ഇരിക്കുകയാണ്. അതിന് മറ്റൊരു പേരും പറയുന്നു, മറ്റ് 2-3 പേരുകൾ അതിന് പറയാം. അത് മനുഷ്യന്റെ, അതായത് ഒരു നിഗൂഢ ശരീരമെന്നും പറയാം. ആ നിഗൂഢ ശരീരമായ, അല്ലെങ്കിൽ അതിനെ ഒരു ആത്മാക്കളുടെ കിണറെന്നും പറയാം, വെൽസ് ഓഫ് സോൾസ് എന്നും പറയാം. പിന്നെ അത് പോയിട്ടാണെങ്കിൽ ഈ ആത്മാക്കളെ സിംഹാസനത്തിന്റെ, അതായത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ താഴെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതിന് ഒരു അറയിലാണ് ഈ മനുഷ്യ ആത്മാക്കൾ എല്ലാം ഇരിക്കുന്നത്. അതിനെ ചേംബർ ഓഫ് ഗുബ് എന്നും പറയുന്നു. അപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് ഭൂമിയിൽ വസിക്കുന്ന ഓരോ മനുഷ്യന്റെ ആത്മാവും അവിടെ നിന്നാണ് വന്നത്. 7-ാം സ്വർഗത്തിൽ നിന്നാണ്, സിംഹാസന താഴെ നിന്നാണ് വന്നത്. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിൽ താഴെ ഇരിക്കുന്ന ഈ അറയിൽ നിന്നും ഒരു കുഞ്ഞ് അമ്മയിലേക്ക് രൂപം പ്രാപിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ ജീവൻ ആ അമ്മയിലേക്ക് നിക്ഷേപിക്കുകയാണ്. അത് ഈ അമ്മയിൽ ഈ കുഞ്ഞി രൂപം പ്രാപിക്കുമ്പോൾ തന്നെ ഈ ഒരു ആത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ജീവനായി അമ്മയിൽ പ്രവേശിപ്പിക്കുകയാണ് ദൈവം. അത് കഴിഞ്ഞ് ഈ ദൈവമായ കർത്താവ് ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വരുമ്പോൾ, ഒരു കുഞ്ഞ് എപ്പോഴും അമ്മയിൽ ഉത്ഭവിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹോർമോൺ ചേഞ്ചിങ് എല്ലാം ഒരു അമ്മയിൽ ഇരിക്കുമ്പോൾ തന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോവും. എന്താണെന്ന് അറിയില്ല. ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ പറയും കുഞ്ഞ് രൂപം പ്രാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാഴ്ചയായി, അല്ലെങ്കിൽ 2 ആഴ്ചയായി, 3 ആഴ്ചയായി, അല്ലെങ്കിൽ 1 മാസമായി എന്നൊക്കെ പറയും. ഈ അമ്മയ്ക്ക് എപ്പോഴാണെന്ന്
അറിയാൻ പറ്റത്തില്ല. അത് കർത്താവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ യെശയ്യാ 56-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്, എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്, ഞാനാണ് ജീവശ്വാസം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ 7-ാമത്തെ സ്വർഗത്തിൽ ആത്മാക്കളുടെ ഖജനാവ് അവിടെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ 7-ാമത്തെ സ്വർഗത്തിൽ നിന്നാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങളും ന്യായവിധിയും നീതിയും കൃപയും ജീവന്റെ നിക്ഷേപങ്ങളും എല്ലാം ഇരിക്കുന്നത് ഈ 7-ാമത്തെ സ്വർഗത്തിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഈ ഇപ്പം അമ്മയുടെ അതായത് 7-ാമത്തെ സ്വർഗത്തിൽ നിന്ന് അമ്മയുടെ ഉദരത്തിലേക്ക് ഒരു കുഞ്ഞ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്കത് തരാം. അത് നമ്മൾ സങ്കീർത്തനം 139-ാമത്തെ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ 13 മുതൽ 18 വരെയുള്ള വചനങ്ങളെ നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതം ആയിരുന്നില്ല. എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല. അപ്പം ഭൂമിയുടെ അധോഭാഗം എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് നാളുകൾ എനിക്കിതൊരു ഭൂമിയുടെ അധോഭാഗത്ത് എവിടെയാണ് നമ്മൾ ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കർത്താവ് എനിക്ക് ഈ 7-ാം സ്വർഗവും മറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഈ വചനത്തിനെ നല്ല രീതിയിൽ എനിക്ക് കർത്താവ് പറഞ്ഞു തന്നു. എങ്ങനെയെന്ന് പറഞ്ഞു, ഭൂമിയുടെ അതായത് അമ്മയുടെ ഉദരം എന്ന് പറയുന്നത് ഭൂമിയുടെ അഗാധങ്ങളാണ്. അപ്പൊ ഈ ഭൂമിയുടെ അഗാധങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് ഒരു ഇരുട്ടറയിൽ ഒരു അഗാധത്തിലാണ് ഇരിക്കുന്നത്. അവൻ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സ്വർഗത്തിൽ 7-ാം സ്വർഗത്തിൽ ഇരുന്നു. അവിടുന്ന് ഒരമ്മയിലേക്ക് ആ ജീവൻ പ്രവേശിക്കുകയാണ്. ഇനി നമുക്ക് ബോഡിയൊക്കെ ഉണ്ടാവണം. അത് അമ്മയിൽ കൂടെ ഈ കൊച്ചിന് ബോഡി ഉരുവാക്കണം. അതിനുവേണ്ടി ഈ സങ്കീർത്തനക്കാരൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ സൂക്ഷ്മതയോട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ കൈ, കാല് വളരുന്നതും ഹാർട്ട് വളരുന്നതും മൂക്ക് വളരുന്നതും കണ്ണ് എല്ലാം വളരുന്നതും ദൈവം ശ്രദ്ധയോടെ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിനെ ദൈവം ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, നിഗൂഢ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇരട്ടറ, അതായത് അമ്മയുടെ ഉദരമാണ് ഭൂമിയുടെ അധോഭാഗം. അമ്മയുടെ ഉദരം ഒരു നിഗൂഢ പ്ലേസ് ആണ്. അവിടെ ആരും കാണുന്നില്ല. കുഞ്ഞ് എങ്ങനെ വളരുന്നു എന്നും പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ രൂപങ്ങളോ ഒന്നും ആരും കാണുന്നില്ല. നിഗൂഢതയിലിരുന്ന് കുഞ്ഞ് വളരുകയാണ്. അപ്പം അത് ഈ അമ്മയും കാണുന്നില്ല, ഇത് ദൈവം മാത്രമാണ് കാണുന്നത്. എന്നിട്ട് ഈ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊടുക്കുന്നതിന് മുൻപ്, അതായത് അമ്മയുടെ ഉദരത്തിൽ നമ്മൾക്ക് രൂപം കിട്ടിക്കൊണ്ടിരിക്കുവാണ്. ഈ അമ്മയുടെ ഉദരത്തിൽ രൂപം കിട്ടുന്നതിന് മുൻപ് നീ എന്നെ കണ്ടിരുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് പറയുവാണ്. അപ്പം അത് എവിടെയാണ്? നിന്റെ കൺകൾ, അമ്മയുടെ രൂപം കിട്ടുന്നതിന് മുൻപ് നിന്റെ കൺകൾ എന്നെ കണ്ടിരുന്നു. അതെവിടെയാണ്? 7-ാം സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരുന്നല്ലോ ആത്മാവ്. അപ്പോഴും നീ എന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ കൺകൾ എന്നെ കണ്ടിരിക്കുന്നു എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം എത്ര ശക്തമായിട്ടും സംരക്ഷിക്കുന്നു. നമ്മളെ എത്ര സ്നേഹത്തോടെ കരുതലോടെ ഈ ഭൂമിയുടെ ഒരു മാതാവോ പിതാവോ കരുതുന്നതിനേക്കാളും എത്രയോ സുരക്ഷിതമായിട്ട് നമ്മുടെ ജീവനെ അവൻ സ്വർഗത്തിൽ വെച്ചിരുന്നു. അവിടെ ഒരു ചെമ്പ്ര ഗ്രൂപ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ ബോഡിയിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു അറയിൽ വെച്ച് അവൻ ആ കൃത്യ ടൈമിന് ജനിക്കാത്ത എല്ലാ ആത്മാക്കളും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്.
ആ അറയിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടുന്ന് ജീവനെ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഒരു രൂപമായിട്ട്, മനുഷ്യരൂപമായിട്ട് മാറി ആ വ്യക്തി പുറത്തു വരികയാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ മനുഷ്യനും എത്ര വിസ്മയകരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടി തന്നെ അത്ഭുതകരവും അതിശയകരവുമല്ലേ? നമ്മളിത് ചിന്തിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾക്ക് വളരെ ആവശ്യമാണ്. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ലോകത്തിൽ ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് എന്തിനാണ് കർത്താവ് ഇത്ര ഒരു ശ്രദ്ധയോടെ അവനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരുന്നത്? അവൻ ഇവിടെ വളർന്ന് അവനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവനിൽ വെച്ചിരിക്കുന്ന ഉദ്ദേശം, ഒരു മനുഷ്യ വ്യക്തിയിൽ വെച്ചിരിക്കുന്ന ഉദ്ദേശം ആ വ്യക്തിക്ക് മാത്രമേ നിറവേറ്റാൻ പറ്റുള്ളൂ പ്രിയരെ. അത് മറ്റൊരു വ്യക്തിക്ക് നിറവേറ്റാൻ പറ്റുകയില്ല. ദൈവം എത്രയും ശ്രദ്ധയും മാന്യതയോടും നമ്മളെ സംരക്ഷിച്ച് നമ്മളെ ഇവിടെ സുരക്ഷിതത്തോടെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ഇത് ഓരോ മനുഷ്യ വ്യക്തിയും അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഇത്രയും പാവം വർദ്ധിക്കത്തില്ലായിരുന്നല്ലോ. എന്നാൽ കർത്താവിനെ ആരാണ് അന്വേഷിക്കുന്നത്? ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നോ, എൻ്റെ ജീവൻ എവിടെ നിന്നാണ് വന്നതെന്നോ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കാൻ അവർ ടൈം കൊടുക്കുന്നുണ്ടോ? അവരുടെ ഇഷ്ടപ്രകാരമല്ലേ ജീവിക്കുന്നത്? സ്വന്തം ദൈവം, സൃഷ്ടിച്ച ദൈവം ആരെന്ന് ഭൂമിയിലെ ഏതൊരു മനുഷ്യ വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും അവരാരായാലും അത് ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ദൈവമാണ് ആ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ജീവൻ കൊടുത്തിരിക്കുന്നത് ദൈവമാണ്. എന്നാൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയോ അവനെ അംഗീകരിക്കുകയോ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അപ്പം അമ്മയെക്കാളും കൂടുതൽ അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ദൈവത്തെ നാം അവനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളത് ചിന്തിക്കണം പ്രിയരെ. നമ്മൾ ചിന്തിച്ച് അവന് നമ്മളെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ അവനെ ബഹുമാനിച്ച് ആത്മാവിലും സത്യത്തിലും അവനെ ഭയപ്പെട്ട് എൻ്റെ ദൈവം, എൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നുണ്ടോ? ആരാധിക്കുമ്പോഴല്ലേ അവൻ സന്തോഷപ്പെടുന്നത്. നമ്മൾ അവനെ വിട്ട് അകന്നു പോകുമ്പോൾ അവൻ എത്രമാത്രം വേദനിക്കും എന്നൊരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. ഇത് കേട്ടിട്ടും നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നത്തെ കാര്യം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അവനെ അറിയുന്ന സമയം തന്നെ നാളെ എന്ന് മാറ്റിവെക്കാതെ അവനെ അറിയുന്ന ഈ ദിവസം, ഇന്ന് തന്നെ അവനെ ആരാധിക്കുകയും, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്, എന്തിനാണ് എൻ്റെ ജീവിതം ഇത്ര നിഗൂഢതയിൽ ദൈവം ഉരുവാക്കിയിരിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കി അവന് മഹത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം സന്തോഷിക്കും. ദൈവം സന്തോഷിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നന്മകൾ കൂടുതൽ കിട്ടും. അപ്പൊ സൃഷ്ടാവായ ദൈവം എത്രമാത്രം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന്, നിന്റെ ദൈവം അല്ല, ഇത് എൻ്റെ ദൈവമാണ്, അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയും. നോ, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, എല്ലാ ജാതി മതങ്ങളുടെ ദൈവം. മനുഷ്യനെ ദൈവം ജാതി ഒരിക്കലും തിരിച്ചിട്ടില്ല. മനുഷ്യൻ ഒരുവനിൽ നിന്നും തന്നെ ആണും പെണ്ണുമായിട്ട് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനെ ജാതി ദൈവം തിരിച്ചിട്ടില്ല. തിരിക്കാതിരിക്കുമ്പോൾ മനുഷ്യനാണ് ജാതിയെ തിരിച്ച് അവന് തന്നെ ദൈവങ്ങളെ ഉണ്ടാക്കി അതിനൊരു പേര് ചാർത്തി അവൻ അതിനെ ആരാധിക്കുമ്പോഴും മഹത്വപ്പെടുത്തുമ്പോഴും സൃഷ്ടാവായ ദൈവം, പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വേദനിക്കുമെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതല്ലേ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. ദൈവവചനം യെശയ്യാ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകാശങ്ങളെ ശ്രദ്ധിക്കുക, ഭൂതലമേ ചെവി തരിക, കർത്താവ് മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു. എന്താ അരുൾ ചെയ്യുന്നു? വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. കർത്താവ് പറയുവാണ്, നിങ്ങൾ വരുവിൻ, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നമുക്ക് ഒന്നിച്ച് പോകാം, നമുക്ക് രമ്യപ്പെട്ടു പോകാം, നമുക്ക് ചേർന്ന് പോകാം. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത്. എന്നിൽ നിന്നാണ് ജീവൻ ഉണ്ടാവുന്നത്, എന്നിൽ നിന്നാണ് സകല നന്മകൾ നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾ എന്നെ വിട്ട് അകന്നു പോകരുത്. വരുവിൻ, നമുക്ക് രമ്യപ്പെടാം.
നിങ്ങളുടെ പാപം കമ്പിളി ഈ രക്തം പോലെ, രക്താംബരം പോലെ ചുമപ്പായിരുന്നാൽ, എത്ര പാവം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ഇരുട്ടിൽ ഇരുന്നാലും അത് നമ്മൾക്ക് കമ്പിളി പോലെ വെളുപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവൻ, രക്തം അവൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൈവത്തിന്റെ രക്തമാണ്, ഒരു മനുഷ്യ വ്യക്തിയുടെ രക്തമല്ല. മനുഷ്യനായിട്ട് അത് രക്തം കൊടുക്കണമെങ്കിൽ അവന് ഒരു മനുഷ്യരൂപത്തിൽ വന്ന് തന്നെയാവും. മാംസവും രക്തം ഉള്ളത് മനുഷ്യനാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് യേശു, ദൈവമായ കർത്താവ് തന്നെ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക്, മറിയയിൽ കൂടെ ജനിച്ച് ഭൂമിയിലേക്ക് വന്നത്. എന്തിന്? മനുഷ്യനെ പൈശാചിക ശക്തിയിൽ നിന്നും ലോകത്തിന്റെ പാവത്തിൽ നിന്നും വീണ്ടെടുക്കുവാനാണ് അവൻ വന്നത്. അപ്പം ആ യേശുവിൻ്റെ കരങ്ങൾ നമ്മളെ സമർപ്പിച്ച് നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയുമ്പോൾ, നമ്മുടെ പാവം കടും ചുമപ്പാണെങ്കിലും അത് കമ്പിളി പോലെ വെണ്മയുള്ളതാകും, കമ്പിളി പോലെ വെണ്മയുള്ളതാകും. അപ്പോൾ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, സന്നദ്ധമാണെങ്കിൽ, അനുസരിക്കാൻ ഇവിടെ വചനം പറയുവാണ്, അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അല്ലാതെ കർത്താവിനെ പരിത്യജിക്കുവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളെ ദൈവം പരിത്യജിക്കും. പിന്നെ അവൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടിലായിരിക്കും, അവൻ്റെ ജീവിതം ഇരുളിലായിരിക്കും, അവൻ്റെ ആത്മാവ് ഇരുളിലായി പോകുമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. എന്നെ രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ, സൃഷ്ടിയുടെ എല്ലാം ഒരു ദൈവിക വെളിച്ചത്തിലാണ് പ്രിയരെ പോകുന്നത്. നമ്മൾ സൃഷ്ടി ദൈവം നമ്മളെ ഓരോ ആത്മാവിനും ഒരു വെളിച്ചം കൂടെ വെച്ചിട്ടാണ് ദൈവം ഒരു ചെറിയ വെളിച്ചം, അവൻ വെളിച്ചത്തിൽ, പ്രകാശത്തിന്റെ ദൈവമാണ്. ആ പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ പുള്ളി പ്രകാശത്തെ, വെളിച്ചത്തെ വെച്ചിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോഴും നമ്മൾ എന്താണ്, നമ്മൾ ഈ വെളിച്ചത്തോട് ബന്ധപ്പെടുവാൻ കഴിവുള്ളവനാണ് മനുഷ്യ സൃഷ്ടി. അപ്പം ഈ ദൈവിക വെളിച്ചത്തോട് ബന്ധപ്പെടുവാൻ ഓരോ മനുഷ്യ സൃഷ്ടിക്കും ദൈവം കഴിവ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആ ചെറിയ വെളിച്ചം നമ്മളിൽ അടങ്ങിയിരിക്കുന്നു. ഇതിനെ നിമിഷത്തെന്നും പറയുന്നു, നിഷ്മത്ത് എന്ന് പറയുന്നു. ഈ വെളിച്ചത്തിനെ നിഷ്മത്തെന്നും പറയുന്നു. അപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ പ്രകാശം ജ്വലിക്കുകയാണ്. അപ്പൊ നമ്മൾ വെളിപാട് ബുക്ക് വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, നിന്റെ ശക്തി, ഉറങ്ങിക്കിടക്കുന്നവനെ ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്ന്. അപ്പൊ നമ്മുടെ ശക്തിയെ, നമ്മുടെ ആ പ്രകാശത്തെ നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണ് കൂട്ടുന്നത്? ദൈവത്തിനെ ആരാധിക്കുകയും ദൈവവചനങ്ങൾ നമ്മൾ ആശ്രയിക്കുകയും ദൈവവചനങ്ങളിൽ വിശ്വസിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ദൈവത്തിനെ നമ്മൾ അറിയുകയും നമ്മുടെ സൃഷ്ടാവായി ദൈവം അറിയുകയും അവന് മഹത്വം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രകാശം ജ്വലിക്കും. പിന്നെ അത് പോയിട്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, നമ്മളെപ്പോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. നീ എത്രമാത്രം സ്നേഹിക്കുന്നു അതേപോലെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ ഈ പ്രകാശം ജ്വലിക്കും. അത് പോയിട്ടാണെങ്കിൽ നമ്മുടെ സത്കർമ്മങ്ങൾ, സത്ക്രിയകൾ പാവപ്പെട്ടവരും അനാഥർക്കും ആദരവില്ലാത്തവർക്കും, ഭൂമി ഉണ്ടായത് മുതൽ പാവപ്പെട്ടവരുണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ആവർത്തന ബുക്ക് ഇതെല്ലാം നമ്മൾക്ക് എടുത്തു വെച്ച് വായിക്കുമ്പോൾ പാവപ്പെട്ടവരെന്നും ഉണ്ടായിരിക്കും. ഭൂമി അതായത് യേശുക്രിസ്തു വരുന്നത് വരെ അതൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം പാവപ്പെട്ടവർക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഒരു പാവപ്പെട്ട കുടുംബമായ ഞാനെന്ന വ്യക്തിക്ക് വേണ്ടി മറ്റ് പലരും സഹായിച്ചതുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ചെറിയ കൃപയെങ്കിലും ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ ആരും സഹായിച്ചിരുന്നില്ലെങ്കിൽ എനിക്കിവിടെ വന്ന് നിങ്ങളോട് ഇത് സംസാരിക്കാനോ ദൈവകാര്യങ്ങൾ പറയുവാനോ എനിക്കൊരിക്കലും കഴിയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സഹായിക്കുമ്പോൾ ഇന്ന് അതൊക്കെ ദൈവം നോക്കിയിട്ടിരുന്ന് അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുവാണ്. നമ്മൾക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴും അവൻ അത് കണക്കിൽ വെക്കുന്ന ദൈവമാണ്. അവൻ അങ്ങോട്ട് വാങ്ങുന്ന ദൈവമല്ല, നമ്മൾക്ക് ഇങ്ങോട്ട് തരുന്ന ദൈവം കൂടെയാണ് എപ്പോഴും ദൈവം. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെല്ലാം ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്.
അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നും കൂടെ അവനെ മഹത്വപ്പെടുത്തുന്നതും നമ്മൾക്ക് തരുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുമ്പോഴും നമ്മൾക്ക് ഇന്ന് രാവിലെ നമ്മൾ ജീവനോട് എഴുന്നേൽക്കുമ്പോൾ അവന് നന്ദി പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അവന് നന്മ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവനെ ആരാധിക്കുമ്പോഴും നമ്മൾക്ക് ഈ പ്രകാശം ജ്വലിക്കുന്നു. മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ ഈ പ്രകാശം ജ്വലിക്കുന്നു. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ പ്രകാശം ജ്വലിച്ച് ഈ പ്രകാശം നമ്മുടെ ഉള്ളിലുള്ള പ്രകാശവും ദൈവിക പ്രകാശവും തമ്മിൽ ഒരു ലിങ്ക് അവിടെ ആകുവാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തെ വെറുക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? വെറുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകളും നീതിയും സത്യങ്ങളും മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ പ്രകാശം മങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ സ്വന്തം വഴിക്ക് ലോകത്തിൻ്റെ പാവങ്ങളിലും വ്യഭിചാരത്തിലും കള്ളത്തരത്തിലും മോഷണത്തിലും അസൂയയിലും കുറ്റപ്പെടുത്തലിലും വെറുപ്പിലും വിദ്വേഷത്തിലും നമ്മുടെ ഹൃദയം പോകുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം, ദൈവം നമ്മൾക്ക് തന്ന വെളിച്ചം പ്രകാശം മങ്ങി അവിടെ ഇരുളാവുകയാണ്. അതാണ് മരിച്ചിരിക്കുമ്പോഴും നീ ജീവിച്ചിരുന്നാലും നീ മരിച്ചവനെന്ന് പറയുന്നത്. വെളിപാട് നമ്മൾ എടുത്തു വെച്ച് വായിക്കുമ്പോൾ മരിച്ചവനെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മുടെ ബോഡി ജീവിച്ചിരിക്കുന്നു, പക്ഷേ നമ്മുടെ ആത്മാവ് മരിച്ചതുപോലെ ആകുകയാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുവാണെങ്കിൽ, മൂന്നാമത്തെ പോയിന്റിൽ ഈ ലോകത്തെ ദൈവം, ഈ ലോകത്തെ ഇല്ല, ടോട്ടൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് ചെറിയ ലോകമെന്നും വലിയ ലോകമെന്നും, അതായത് താഴ്ന്ന ലോകമെന്നും മുകളിലത്തെ ലോകമെന്നും, ഹയർ ലോകമെന്നും അതിനെ പറയാം. നമുക്ക് താഴ്ന്ന ലോകത്തിനെ കുറിച്ച് നോക്കാം. താഴ്ന്ന ലോകം എന്ന് പറയുന്നത് അതിനെ ലോവർ വേൾഡ് എന്ന് പറയുന്നു. അപ്പം അവിടെ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, പിന്നെ കാണപ്പെടാത്തതും കാണപ്പെടുന്നതുമായ വസ്തുവകളുണ്ട്, മനുഷ്യനുണ്ട്, ഭൂമിയുണ്ട്, ഭൂമിയിൽ മനുഷ്യനുണ്ട്. അപ്പം മനുഷ്യൻ്റെ സംസ്കാരം, വംശാവലി, ധർമ്മം, ശാസ്ത്രം എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ലോവർ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ലോവർ വേൾഡിലെ ഈ ലോകത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും. നമ്മൾ എത്ര കാര്യങ്ങൾ കാണാത്തതായിട്ടുണ്ട്. സമുദ്രത്തിലുള്ള എല്ലാ ജീവികളും നമ്മൾ കണ്ടിട്ടില്ല, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും എല്ലാം കണ്ടിട്ടില്ല. ഏകദേശം ഒരു ചെറിയ അളവിൽ നമുക്ക് ഈ ഒരു ചുറ്റളവിൽ മാത്രമേ നമ്മൾക്ക് കാണുന്നുള്ളൂ. പക്ഷെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലതും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ചെറിയ ലോകത്തിലാണ്. ഇനി നമുക്ക് ഹയർ ലോകം എന്തെന്ന് നോക്കാം. ഹയർ ലോകം എന്തെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ലോകമാണ്. അത് വലിയ ലോകമാണ്. ആ ലോകത്തിലിരിക്കുന്നത് ദൈവവും ദൂതന്മാരും സറാഫുകളും മറ്റ് മാലാഖമാരും പ്രകാശവും അഗ്നി എല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പം ആ ലോകത്തിനെ കുറിച്ച്, ഇപ്പം ഉയർന്ന ലോകവും താഴ്ന്ന ലോകത്തിനെയും കുറിച്ച് ഞാൻ ഒരളവിനുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുണ്ട്. അടുത്ത നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ നാലാമത്തെ പോയിന്റ് ഈ ലോകത്തിലെ ചെറിയ ലോകത്തിലും വലിയ ലോകം തമ്മിലുള്ള ഒരു കണക്ഷൻ ഇരിക്കുവാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ചെറിയ ലോകവുമായി ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതും നമ്മൾ വിചാരിക്കുന്നതും, നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ആലോചിച്ചാലോ നമ്മൾ നന്മ ചെയ്താലോ നമ്മൾ പ്രവർത്തിച്ച് എന്തെങ്കിലും കാപട്യമുണ്ടാണോ, നന്മ ചെയ്യുന്നുണ്ടോ, വഞ്ചകം ചെയ്യുന്നുണ്ടോ, ഇത് സകലതും മറ്റൊരു ലോകവുമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ ഒരു മനുഷ്യൻ, ഒരാണായാലും ഒരു പെണ്ണായാലും ഒരു കുട്ടിയായാലും എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ കണ്ടുകൊണ്ട്, നമ്മുടെ ഓരോ സംസാരവും പാഴ്വചനങ്ങളും പറഞ്ഞിട്ട് നമ്മൾ പറ്റിക്കുന്നത്, പറഞ്ഞിട്ട് കൊടുക്കാത്തത്, ചെയ്യാത്തത് സകലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാർത്തയ്ക്ക് പവറുണ്ട്, നമ്മുടെ വാക്കിന് അധികാരങ്ങളുണ്ട്. ഇപ്പം മലാക്കി 3-ാം അധ്യായത്തിൽ 16-ാം വചനം ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം.
മലാക്കി 3:16 ഇങ്ങനെ പറയുന്നു, അന്ന് കർത്താവിനെ ഭയപ്പെടുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ സംസാരിച്ചത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു എന്ന് പറയുകയാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ ഈ ഒരു ഗ്രന്ഥം മാത്രമല്ല, പല ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവനെ ആരാധിക്കുന്നവർക്ക്, അവന്റെ വചനം വായിക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും വേണ്ടി ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. അവർ പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം ദൈവമായ കർത്താവ് ശ്രദ്ധയോടെ കാത് കൊടുത്ത് കേൾക്കുകയാണ്. അപ്പൊ അവന് കാതും കണ്ണും ചെവിയും എല്ലാം ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുവാണ്. അപ്പൊ അവിടുന്ന് ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെയും പല ഗ്രന്ഥങ്ങളുണ്ട്. ഓർമ്മയുടെ ഒരു പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നെ ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞ പല ഗ്രന്ഥങ്ങളും ഉണ്ടാവും. നമ്മൾക്ക് ഹയർ ലോകത്തിൽ നമ്മൾക്ക് ചെറു കാര്യങ്ങൾ, ഒരു സ്പോട്ട് കാര്യം കൂടെ നമ്മൾക്ക് അറിയില്ല. കാരണം അതെല്ലാം നിഗൂഢമായി ഇരിക്കുന്നതാണ്. അത് ആത്മീയമായി ഭയങ്കര ഹയർ ലെവലിൽ ഇരിക്കുന്നവർക്കും ഒരു ചെറു കാര്യങ്ങൾ തന്നെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അത്രയ്ക്ക് ഹയർ വേൾഡ്, നമ്മുടെ ചെറിയ ലോകത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ടാവുമെങ്കിൽ ഹയർ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും, ഇന്ന് ഈ വചനം കേൾക്കുന്നവര്, ഇന്ന് ഈ വീഡിയോ കാണുന്നവര്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, മാറുക. ദൈവം നമ്മളെ ഭൂമിയിൽ എത്രമാത്രം നന്മയോടെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, എത്ര ശ്രേഷ്ഠത മാന്യതയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന, കാണുന്ന, കേൾക്കുന്ന ഓരോ കാര്യങ്ങളും സ്വർഗതലവും ഭൂമിയിലും തമ്മിൽ ഒരു വേരവിടെ ഇരിക്കുവാണ്. സ്വർഗവും ഭൂമിയുമായിട്ട് ഒരു വേരവിടെ കണക്റ്റ് ആയിരിക്കുകയാണ്. ഭൂമിയിലും മനുഷ്യരുമായി, അതായത് സ്വർഗവുമായി ഒരു കണക്ഷൻ നമ്മൾക്ക് ഇരിക്കുവാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ ചിന്തിക്കുന്നത് വരെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയെല്ലാം ഒളിഞ്ഞിരുന്ന് നമ്മൾ പ്രവർത്തിച്ചാലും ആരും കാണത്തില്ല, മനുഷ്യരുടെ മുൻപിൽ തന്നെ കാണത്തില്ല. പക്ഷെ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുക. ദാവീദ് പറയുന്നു, അവിടുത്തെ ചിന്തകൾ എത്ര അമൂല്യമാണ്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയകരമായി സൃഷ്ടിച്ചു. അപ്പം മനുഷ്യന്റെ സൃഷ്ടി, എൻ്റെ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ വിസ്മയകരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എൻ്റെ 5ാമത്തെ പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ, മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തെ അടിസ്ഥാന വരയിടുന്ന നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിഗൂഢതകൾ നിറഞ്ഞതും അത്ഭുതമാകും അതിശക്തമായ കാര്യങ്ങളാണ്. അതിശയകരവും അതിശക്തവും നിഗൂഢതകൾ നിറഞ്ഞതുമായ കാര്യമാണ് ഈ ഭൂമിയിൽ മനുഷ്യന്റെ സൃഷ്ടിക്ക് പിന്നിലുള്ളത്. അപ്പൊ മനുഷ്യൻ, ഓരോ വ്യക്തിയും സവിശേഷത നിറഞ്ഞവനും മാന്യനും ശ്രേഷ്ഠനും അന്തസ് നിറഞ്ഞവനുമാണ്. കാരണം ദൈവത്തിന്റെ രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ ജീവചൈതന്യം, അവന്റെ പ്രകാശത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലോകത്തിൽ ഓരോ വ്യക്തിക്കും അമൂല്യമായ ഒരു പങ്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ പങ്കിനെ അവന് ദൈവം വെച്ചിരിക്കും. ഇപ്പൊ എനിക്ക് വെച്ചിരിക്കുന്ന കാര്യം എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നന്മ ചെയ്യുമ്പോഴും നല്ലത് ചെയ്യുമ്പോഴും നല്ലത് ചിന്തിക്കുന്നതും ജീവനോടിരിക്കുന്ന ഈ മനുഷ്യ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം തന്നെ. ഈ മനുഷ്യ കൂടാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആത്മാവിനെ അവിടെ കൊണ്ടുപോകാം അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതായിട്ട് ബൈബിളിൽ ഞാൻ വായിച്ചിട്ടില്ല. അത് അവരെവിടെ നിന്ന് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വായിച്ചിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയാണ് ദൈവസന്നിധി, ഹോളി സ്പിരിറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകുന്നത്, ദൂതന്മാർ കൊണ്ടുപോകുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ പോഷത്വമായ കാര്യമാണ്. മരിച്ച വ്യക്തി ഇവിടെ ഇല്ലല്ലോ. മരിച്ച വ്യക്തി ഒന്നിൽ സ്വർഗത്തിലിരിക്കും, ഒന്നിൽ ഈ അതായത് ഒരു പ്രത്യേക സ്ഥലം അവർക്കുണ്ട്. ആ സബ്ജക്റ്റ് ഇപ്പം എൻ്റെ സബ്ജക്റ്റ് അല്ല.
അത് ദൈവം എന്നെ ഒരു സ്ഥലം കാണിച്ചിട്ടത് അത് ഹെല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നെ കാണിച്ചത് വേറൊരു ലെവലാണ്. ഹല്ലിൽ കിടക്കുന്നത് മാതിരി ഞാൻ കണ്ടിട്ടില്ല. വേറൊരു പ്ലേസിൽ എന്നെ 2 പ്രാവശ്യം കാണിച്ചപ്പോൾ വേറൊരു പ്ലേസാണ്, ഒരു റെസ്റ്റ് എടുക്കുന്ന പ്ലേസിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നില്ല. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ ദൈവം അതിനെ കൂടുതൽ കാര്യങ്ങൾ എന്നെ വെളിപ്പെടുത്തുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. കാരണം അറിയാത്ത കാര്യങ്ങൾ പറയുവാൻ നമ്മളാരും ഞാൻ യോഗ്യതയുള്ളവളല്ല ഒരിക്കലും. ഓക്കെ, നമ്മൾക്ക് ആ സബ്ജക്റ്റിനെ അങ്ങ് മാറ്റിയിട്ട് നമ്മുടെ സബ്ജക്റ്റ് ദൈവവും ദൈവ സൃഷ്ടിയെയും കുറിച്ചാണ്. അപ്പം മനുഷ്യ സൃഷ്ടി നമ്മൾക്ക് എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ. ആദ്യം ദൈവം ആരെയാ സൃഷ്ടിച്ചത്? ആദത്തെ സൃഷ്ടിച്ചു. ആദത്തെ സൃഷ്ടിച്ചവൻ അവനെ ഭൂമി മുഴുവൻ ഉള്ളവരുടെ പൂർവ്വപിതാവാണ്. ആര്? ആദം. ഭൂമി മുഴുവനുള്ളവരുടെ പൂർവ്വപിതാവ്. ഞാൻ അവൻ്റെ ആളല്ല ഇവൻ്റെ ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. സകല ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും ആദത്തിന്റെ പിൻതലമുറക്കാരാണ്, ആദത്തിന്റെ പിൻഗാമികളാണ്. ആദത്തിനെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് സൃഷ്ടിച്ചത്. ആദത്തിന്റെ പിൻതലമുറക്കാരാരാണ്? ദൈവമാണ്. ജീവൻ എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിൽ നിന്നാണ്. ഓരോരുത്തർക്കും ഓരോ സ്വർഗമൊന്നുമില്ല, ഓരോ ജാതിക്കും ഓരോരോ സ്വർഗം ഇല്ല. ഒൺലി വൺ സ്വർഗം. അതായത് ദൈവ ഹയർ വേൾഡ്, ലോവർ വേൾഡ് ഒന്ന് ഞാൻ പറഞ്ഞു. ലോവർ വേൾഡ് എന്തുണ്ടെന്ന് പറഞ്ഞു, ഹയർ വേൾഡിൽ എന്തുണ്ടെന്ന് എനിക്കറിയുന്ന ലെവലിൽ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ എക്സ്പ്ലനേഷൻ അങ്ങനെ പറയുവാൻ എനിക്ക് അനുവാദമില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭൂമിയിൽ മനുഷ്യൻ പരന്ന് വ്യാപിച്ചു കിടക്കുവാണ്. അപ്പം സർവ്വജനതകളും മതത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 17-ാം അധ്യായം, അപ്പോസ്തല നടപടികൾ 17-ാം അധ്യായത്തിൽ 26-ാം വചനം എടുത്ത് നമുക്ക് ധ്യാനിക്കാം, നോക്കാം. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും സ്വന്തം അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പൊ ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ എങ്ങനെ സൃഷ്ടിച്ചു? അവനെ ഭയാനകനും ഭയങ്കരനുമായി സൃഷ്ടിച്ചു. ജീവചൈതന്യം അവനെ കൊടുത്ത് സൃഷ്ടിച്ചു. ആദം പാപം ചെയ്തപ്പോഴാണ് അവന്റെ ജീവചൈതന്യം, അവൻ മാംസവും രക്തമായി മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവനെ ആത്മീയ ലെവലിലാണ് അവനെ സൃഷ്ടിച്ചത്. പാപം ചെയ്തപ്പോഴാണ് അവൻ ദൈവത്തിൽ നിന്ന് പിന്മാറിയത്. കാരണം ദൈവം, ഉൽപ്പത്തി നമ്മൾ എടുത്തു വെച്ച് വായിച്ചാൽ, മനുഷ്യൻ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം സംസാരിക്കുന്നത് ആദം കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുന്നുണ്ട്, ദൈവം ഇവരുടെ കൂടെ വരുന്നത് കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾക്കിപ്പം കാണാൻ പറ്റുന്നില്ല. ദൈവം ഇപ്പം വരുന്നത് ഇപ്പോൾ ഒരാളിനെ പ്രവസി വഴിയോ ദർശനം വഴിയൊക്കെ ആണ്. പക്ഷെ ദൈവം അത് നേരിട്ട് കണ്ടിരിക്കുന്നു. അപ്പം ആദത്തെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കും ദൈവം? നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ആദത്തെ ദൈവം ഭയങ്കരനായി സൃഷ്ടിച്ചു. അപ്പം ആദ്യമ മനുഷ്യൻ അങ്ങനെയുള്ളവനായിരുന്നു. അവനൊരു പുരുഷ ലിംഗവും സ്ത്രീ ലിംഗവും കൂടെ ചേർന്ന് ഉള്ളവനായിട്ടായിരുന്നു. അത് നമ്മൾ ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാം വചനം എടുത്തു വെച്ച് വായിക്കുമ്പോൾ, ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ വിവരണം ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുകയാണ്. മനുഷ്യന്റെ വിവരണം എന്ന് പറയുന്നത് ഒരിടത്തുള്ളതല്ല. ആകാശത്തിന്റെ ഒരറ്റം മുതൽ ഭൂമി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, ഞാൻ പറഞ്ഞല്ലേ, ആകാശവും ഭൂമിയുമായിട്ട് ഒരു വേരിരിക്കുകയാണ്. അതാ അവിടുത്തെ ഹയർ വേൾഡും ലോവർ വേൾഡുമായിട്ട് ഒരു ലിങ്ക് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ ചെയ്യുന്നതെല്ലാം ദൈവം കാണുന്നില്ല എന്ന് പറയാൻ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റുമോ? കാരണം എല്ലാം ദൈവം അറിയുന്നു. ഈ ആകാശം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, മറ്റേ അറ്റം ഭൂമി, മറ്റേ അറ്റം വരെ, അല്ലെങ്കിൽ 4 ദിശകൾ എവിടെയുമാകാം, വ്യാപിച്ചു കിടക്കുന്നതാണ് മനുഷ്യന്റെ സൃഷ്ടി. അപ്പൊ മനുഷ്യൻ ഈ ആവർത്തനം, അതിൽ നമുക്ക് നോക്കാം. ആവർത്തന ബുക്ക്
4-ാം അധ്യായത്തിൽ ആ നിയമാവർത്തനം എന്ന് പറയും, ഡിട്രോണമി എന്ന് പറയും. 4-ാം അധ്യായത്തിൽ 32 മുതൽ 33 വചനങ്ങൾ നമ്മൾ എടുത്തു വെച്ച് വായിച്ചാൽ ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെ പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതേപോലെ ഒരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മോശ അവിടെ പറയുക, ഉണ്ടായിട്ടുണ്ടോ? ഇതേപോലെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത ഏതെങ്കിലും അഗ്നിയുടെ മധ്യയിൽ നിന്നും സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അവിടെ മോശ പറയുവാണ്. അപ്പൊ മോശയാണല്ലോ ദൈവത്തിന്റെ ആ സീനായി മലയിൽ കത്തി ജ്വലിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവിടെ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്. ദൈവത്തിന്റെ മുൻപിൽ അവന്റെ സംസാരം ഒച്ച കേൾക്കാൻ പറ്റില്ല. കാരണം അത് തണ്ടർ മാതിരി, ഇടിമിന്നൽ മാതിരി അവന്റെ സ്വരം. അപ്പം ദൈവം ഞങ്ങളടുത്ത് സംസാരിക്കേണ്ട, ഞങ്ങളടുത്ത് മോശ സംസാരിച്ചാൽ മതി എന്ന്. അപ്പൊ നമ്മുടെ ദൈവമായ കർത്താവ് ജ്വലിക്കുന്ന അഗ്നിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവമായ കർത്താവ് പ്രകാശ ഒളിയായിരിക്കുന്നവൻ, പ്രകാശത്തിലിരിക്കുന്നവനാണ്, അവൻ അഗ്നിയായിരിക്കുന്നവനാണ്. കർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ചാൽ യേശു, അതായത് യേശു എന്ന യാവേ എന്ന് പറയുന്ന അടുത്ത ക്ലാസ്സിൽ ഞാൻ കർത്താവ് അനുവദിക്കുവാണെങ്കിൽ ആ ക്ലാസ്സിൽ കൂടെ നിങ്ങളെടുത്ത് അതിനെ പറയാം, ആ സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. അപ്പം നമ്മുടെ കർത്താവായ യേശു എന്ന യാവയെ നിങ്ങൾ ആരാധിക്കുകയും അവന് മഹത്വം കൊടുക്കുകയും അവന്റെ നാമത്തെ സ്നേഹിക്കുകയും അവനെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദൈവമായിട്ട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോഴും നമ്മുടെ പ്രവൃത്തികളെല്ലാം ഫലമണിയുകയും സമാധാനത്തോടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും, സന്തോഷത്തോടെ ജീവിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ മറ്റുള്ളവർക്ക് കരുണ ചെയ്യാം. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്? കാരണം ദൈവം ഇത് നമ്മളെ ഏൽപ്പിച്ച ജോലിയാ. അത് ഒരു ദാനം ചെയ്യുന്നവൻ, അത് അവന്റെ സമ്പത്ത് എവിടെന്നാ വന്നത്? സ്വർഗത്തിലെ. ഭൂമി മുഴുവനും ദൈവമല്ലേ സൃഷ്ടിച്ചത്. ഇപ്പൊ ഇസഹാക്ക് വിതച്ചപ്പോൾ 100 മേനി ഫലം കൊടുത്തത് ആരാണ്? ദൈവമാ കൊടുത്തത്. വരൾച്ച കൊടുക്കുന്ന ആരാണ്? ദൈവം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ധാരാളമായി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് നന്മയിൽ നിന്നും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള കുറച്ച് ദാനം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാ ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തിനാ അത് ചെയ്യുന്നത്. കർത്താവിനാ നിങ്ങൾ അത് കൊടുക്കുന്നത്. നിങ്ങൾ അത് കർത്താവിന് കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ മടിശീലകളെ നിറച്ചു തരും. ഭൂമിയുടെ സൃഷ്ടിയിലെ എല്ലാ നന്മകളും, കാരണം പ്രകാശം നമ്മളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശം കൂടുമ്പോൾ നമ്മുടെ നന്മ നമുക്ക് കൂടാണ്. എല്ലാം എനിക്കെന്നും പറഞ്ഞ് നമ്മൾ സ്വാർത്ഥതയോടെ വെച്ചാൽ എത്ര കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് ഇതിനെ അടക്കും? അത് അന്യനാ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ നിരന്തരവാസികളല്ലല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വരെയല്ലേ നമ്മൾക്ക് നന്മ ചെയ്യാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ കരുണാമയനായ പ്രകാശത്തിന്റെ നന്മ ചെയ്ത് കരുണാമയനായ ദൈവത്തിന്റെ പ്രകാശത്തിന്റെ മക്കളായിരിക്കാം. നമ്മളെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം എന്ന് മാത്രം നിങ്ങൾ ഇരിക്കാതെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ സ്നേഹത്തിന്റെ വഴിയെ നമ്മൾക്ക് നടക്കാം. സ്നേഹത്തിന് സ്വാർത്ഥതയില്ല, സ്നേഹത്തിന് ഞാനെന്ന ഭാവമില്ല, സ്നേഹത്തിന് അഹന്തതയില്ല, സ്നേഹത്തിന് അഹങ്കാരമില്ല, സ്നേഹത്തിന് പ്രൈഡില്ല. ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്, ഞാൻ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നതാണ്, ഞാൻ വഴിയാ ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് സ്നേഹം ഉള്ളവർക്ക് ഒരിക്കലും അതങ്ങനെ പറയാൻ പറ്റില്ല. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും. നിങ്ങൾ 1 കൊറിന്ത്യൻ 13-ാം അധ്യായം എടുത്തു വെച്ച് വായിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നു. സമയം കിട്ടിയാൽ എടുത്തു വെച്ച് വായിക്കുക, നോക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് പ്രയോജനം ആയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക.
അങ്ങനെ ഈ ശുശ്രൂഷയുടെ കൂടെ നിങ്ങളും ഒരു പങ്കാളിയായി മാറുക. ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇത് മുഴുവനായി കാണാൻ ദൈവം ഈ വീഡിയോ കാണാൻ, കാരണം എല്ലാവരും സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഫേമസ് ആളുകളെ മാത്രമേ പലരും നോക്കുന്നുള്ളൂ. നമ്മളൊക്കെ ഫേമസ് ഒന്നും അല്ലല്ലോ, പാവപ്പെട്ടവരാണല്ലോ. അപ്പം നോക്കുക, നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പാവപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കുക. അത് ദൈവം നിങ്ങൾക്കത് ദൈവം 100 മടങ്ങ് ഫലനെ തരും. നിങ്ങളുടെ സന്തതികൾക്കത് അനുഗ്രഹം നിങ്ങളുടെ സന്തതികൾക്കത് ദൈവം ചൊരിയും. നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല, സത്യം ഇതാണ്. സത്യത്തെ നമ്മൾ അറിഞ്ഞാൽ സത്യം നമ്മളെ വിടുവിക്കും എന്ന് ദൈവവചനം പറഞ്ഞു. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങളെ ഈ വീഡിയോ കണ്ട് അനുഗ്രഹം പ്രാപിക്കുക. അടുത്ത ക്ലാസ് മറ്റൊരു സബ്ജക്റ്റുമായി വരുന്നതാണ്. കർത്താവായ യേശു നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനിത് ചെയ്തു തരുമെന്ന്. ആ വചനപ്രകാരം കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ കർത്താവ് സമർത്ഥമായി സമാധാനം തരട്ടെ. നിങ്ങളുടെ എല്ലാ കുടുംബത്തിലെ എല്ലാ പോരാട്ടവും ഇരുളും മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ വെളിച്ചം, സ്വർഗീയനാഥൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, ആമേൻ.